കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഇയ്യോബിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, മനുഷ്യന്റെ ജീവകാലത്തിന് അവധി ഉണ്ടല്ലോ, അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ, അവന് ലംഘിച്ചുകൂടാത്ത അതിർ നീ വച്ചിരിക്കുന്നു. മനുഷ്യനെ കുറിച്ച്, അവന്റെ ജീവകാലത്തെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ഉള്ള ഒരു വേദഭാഗമാണ്. മനുഷ്യന്റെ ജീവകാലത്തിന് അവധി അതാരെ കയ്യിലിരിക്കുന്നു? ദൈവത്തിന്റെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവകാലത്തിന് അവധിയുണ്ട്. അതാരെ കയ്യിലിരിക്കുന്നു? ദൈവത്തിന്റെ. ആ മനുഷ്യന്റെ മാസങ്ങളുടെ എണ്ണം, നമ്മൾ പുതിയ വർഷത്തിൽ നമ്മൾ പ്രവേശിച്ച് നിൽക്കുമ്പോൾ ഈ വർഷത്തിൽ 12 മാസം ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ നമ്മളുടെ മാസങ്ങളുടെ എണ്ണം ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മുടെ ജീവകാലത്തിന്റെ അവധി ദൈവത്തിന്റെ കയ്യിലാണ്. ആ ദൈവം വച്ചിരിക്കുന്ന അതിരെന്നാണ് അവിടെ പറയുന്നത്. അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ, അവന് ലംഘിച്ചുകൂടാത്ത അതിര് നീ വച്ചിരിക്കുന്നു. ദൈവം വച്ചിരിക്കുന്നു ഒരു അതിര്. എവിടെ? നമ്മുടെ ആയുസ്സിന് ഒരു അതിര് വച്ചിരിക്കുന്നു. പുതിയ വർഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മുടെ നാളുകളും ആ ആയുസ്സും നമ്മുടെ മാസങ്ങളും നമ്മുടെ യാമങ്ങളും സമയങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ദൈവം. അപ്പോ നമുക്ക് വിലപ്പെട്ടതാണ് എന്ത്? സമയം. നമ്മുടെ വിലപ്പെട്ട സമയം എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം? നമ്മൾ എത്തിച്ചേരേണ്ടിയ സ്ഥലമാണ് ഏറ്റവും മുഖ്യമായി നമ്മൾ അറിയേണ്ടത്. നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത്, നമ്മൾ എത്തിച്ചേരാനുള്ള ഇടം നമ്മൾ അറിയുകയും നമ്മൾ വിശ്വസിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഒരുക്കം ഉണ്ടാവുകയും ചെയ്യണം. കാരണം കാലങ്ങൾ ആരുടെ കയ്യിലിരിക്കുന്നു? ദൈവത്തിന്റെ കയ്യിൽ. അതിന് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? അവധി വച്ചിട്ടുണ്ട്. മാസങ്ങളുടെ കണക്കാരുടെ കയ്യിലിരിക്കുന്നു? ദൈവത്തിന്റെ കയ്യിൽ. ഏത് മാസമാണെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കാലത്തിലാണെന്ന് അറിയാൻ പറ്റും. ഏത് സമയത്തിലാണെങ്കിലും കർത്താവിന്റെ വരവിൽ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കപ്പെടണം. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാലോ കർത്താവിന്റെ വരവിൽ നാം പുനരുദ്ധാനം പ്രാപിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ പ്രധാനമായ 2 കാര്യങ്ങൾ ആണ് ലക്ഷ്യം വയ്ക്കേണ്ടത്. ഒന്ന്, നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ ഈ ശരീരം എന്ത് ചെയ്യണം? തേജസ്കരണം പ്രാപിക്കണം. ഹല്ലേലൂയ. തേജസ്കരണം പ്രാപിക്കുവാനുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചിരിക്കണം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. സമാധാനത്തിന്റെ ദൈവമോ നിങ്ങളെ മുഴുവനും എന്ത് ചെയ്യട്ടെ? ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ശരീരവും അശേഷം അനിന്യമവണ്ണം കർത്താവിന്റെ വരവിൽ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് കാക്കപ്പെടുമാറാകട്ടെ. അവൻ നമ്മെ കാക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പുതുവർഷം എന്ന് പറയുന്നത് ഇത് ആരെ കയ്യിലിരിക്കുന്ന വർഷമാണ്? നമ്മുടെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിൽ. കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷ കഴിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വേദഭാഗത്തിൽ കാണാനായിട്ട് കഴിയും. അവിടെ പറയുന്നത് കോടാലി വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്ത് ചെയ്തിരിക്കുന്നു? വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അപേക്ഷ, ഒരു വർഷം കൂടെ എന്ത് ചെയ്യട്ടെ? നിൽക്കട്ടെ. ആ അപേക്ഷയുടെ തണലിലാണ് നമ്മൾ ഈ വർഷത്തിൽ എന്ത് ചെയ്തിരിക്കണം? ആയിരിക്കും. ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പക്ഷപാതം ചെയ്തു. ഇത്രയുള്ള ഓരോ ദിവസവും നമുക്ക് ലഭിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? പരിഗണന കൊടുക്കുന്നത്. പ്രാധാന്യമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതനുസരിച്ച് പരിഗണന കൊടുത്ത് അതിന് മാറ്റം വരുത്തിയിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളത് ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണ്? ആത്മാവിന്റെ നിത്യജീവൻ. ഏറ്റവും പ്രാധാന്യമുള്ളതിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പ്രാധാന്യമുള്ള കാര്യം ആദ്യം എന്ത് ചെയ്യും? മുൻഗണന കൊടുക്കും. അങ്ങനെ ആത്മാവിന്റെ നിത്യജീവനാണ് പ്രാധാന്യമെങ്കിൽ ആരാധനയ്ക്ക് മുൻഗണന കൊടുക്കും, പ്രാർത്ഥനകൾക്ക് മുൻഗണന കൊടുക്കും, വചന ധ്യാനത്തിന് മുൻഗണന കൊടുക്കും. അപ്പോൾ ദൈവികമായ കാര്യങ്ങളിൽ നമ്മൾ മുൻഗണന കൊടുത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടുന്നതിന് നമ്മളുടെ സമയം നമ്മൾ എന്ത് ചെയ്യുന്നില്ല?
നഷ്ടപ്പെടുത്തുന്നില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് സമയം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള കുറ്റബോധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്താൽ ഈ വർഷത്തിലെങ്കിലും ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ വിടുതൽ എന്ത് ചെയ്യണം? പ്രാപിക്കണം. അറിയുള്ളവരെ, വചനമാണ് നമുക്ക് ജീവനെ തരുന്നത്. വചനമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? വിടുവിക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഈ ഇന്ന് അന്ത്യകാലഘട്ടത്തിൽ പ്രവചനങ്ങളുടെ പുറകിൽ എന്ത് ചെയ്യുന്നു? പോകുന്നു. മാനുഷികമായ ഭൗമികമായ വിഷയങ്ങൾ പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ അടുക്കലേക്ക് പോകാനാണ് ആൾക്കാർക്ക് താല്പര്യം. പ്രവചനം, മാനുഷികമായതോ ഭൗമികമായോ പ്രവചനം ഒരു വ്യക്തിയെയും വിടുവിക്കുന്നില്ല. മാനുഷികമായ ഭൗമികമായ പ്രവചനങ്ങൾ ഒരു വ്യക്തിക്ക് ആത്മാവിനെ, ജീവനെ കൊടുക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. വചനമാണ് വിടുവിക്കുന്നത്. വചനമാണ് ജീവിപ്പിക്കുന്നത്. വചനത്തിന് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ചെവി കൊടുപ്പിൻ. അന്ത്യകാലഘട്ടത്തിൽ കെട്ടുകഥകൾക്ക് ചെവി കൊടുക്കുന്ന കാലം വരും. വചനത്തിന് ചെവി കൊടുക്കാത്ത കാലം വരും. വചനത്തിന് ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾക്കുള്ള ആത്മാവിന്റെ ജീവനാണ് വചനം. ഒരു വ്യക്തിക്ക് വിടുതൽ വേണമെങ്കിൽ, പിശാചിന്റെ പിടിയിൽ നിന്നുള്ള ഒരു വിടുതൽ വേണമെങ്കിൽ, ലോകപരമായിട്ടുള്ള പ്രവചനം കേട്ടത് കൊണ്ട് പിശാചിന്റെ പിടിയിൽ നിന്നൊരു വ്യക്തി വിടുവിക്കപ്പെടില്ല. വചനം നീ കേൾക്കാനായിരിക്കുന്നുണ്ടെങ്കിൽ വചനത്താൽ നിനക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയും. വചനത്താൽ സൗഖ്യം പ്രാപിക്കാൻ കഴിയും. വചനം അയച്ചാണ് സൗഖ്യം. വചനത്തിലാണ് സൗഖ്യം. വചനമാണ് ദൈവം. അവന്റെ നാമം ദൈവ വചനമെന്നാകുന്നു. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതിന് മുൻഗണന കൊടുത്ത് മറ്റു പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം? മാറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് കാൽച്ചുവടുകളെ വയ്ക്കുവാൻ ഈ പുതിയ വർഷത്തിൽ സുബോധത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവജനത്തിന്റെ മേൽ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുബോധത്തിന്റെ ആത്മാവിനാൽ നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വിശ്വാസത്തിന്റെ കാൽച്ചുവടുകളെ ദൈവവചനത്തിലെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും കൽപ്പനകളിലും ഉപദേശങ്ങളിലും ക്രമപ്പെടുത്തുവാൻ നമ്മൾ കഴിയുന്നുണ്ടെങ്കിൽ നിത്യജീവന്റെ മാർഗത്തിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നു. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായ്ക കൊണ്ട്, കർത്താവ് അതുവരെയും തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായ്ക കൊണ്ട് അവന്റെ മേൽ ആ ആത്മാവില്ലായിരുന്നു. എന്തിനുള്ള ആത്മാവ്? തേജസ്കരിക്കപ്പെടേണ്ടിയതിനുള്ള ആത്മാവ്. പ്രിയമുള്ളവരെ, തേജസ്കരിക്കപ്പെടേണ്ടിയതിനുള്ള ആത്മാവാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. കർത്താവിന്റെ വരവിൽ തേജസ്കരിക്കപ്പെടേണ്ടിയ ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അവരുടെ ശരീരം തേജസ്കരിക്കപ്പെടും. തേജസ്കരിക്കപ്പെടേണ്ടിയ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ കർത്താവിന്റെ വരവിൽ അവരുടെ ഭൗമ ശരീരം പുനരുദ്ധാനം പ്രാപിച്ച് തേജസ്കരണത്തോടുകൂടി മധ്യാകാശത്തിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. അതുകൊണ്ട് ജീവിച്ചിരുന്നാലും മണ്ണോട് മണ്ണായി ചേർന്നാലും വരുവാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ തേജസ്കരിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കൾ മധ്യാകാശത്തിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. ദൈവം നമുക്ക് നീതീകരണം ലഭിക്കേണ്ടുന്നതിനും രക്ഷയും ശുദ്ധീകരണവും എന്നിത്യാദി കാര്യങ്ങൾ, ആത്മീയമായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വച്ചിരിക്കുന്നത്. നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഏക രക്ഷാ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു. എന്നാൽ ഈ കാലഘട്ടത്തെ നോക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാധാന്യമുള്ളത് എറ്റേണിറ്റി അല്ല, നിത്യതയല്ല. അവൻ പറയുന്നത് എന്താണ്? അത് അപ്പോഴല്ലേ, ആ സമയത്തിൽ എന്ത് ചെയ്യാം, അന്നേരം നോക്കാം. അവന്റെ ചിന്ത എന്താണ്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ അവൻ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്? നാളെ ചാവുമല്ലോ, നാളെ ചത്തു, അതുകൊണ്ട് ജീവിച്ചിരിക്കണ സമയത്തിൽ എന്ത് ചെയ്യണം? തിന്നണം, കുടിക്കണം, പിന്നെന്താ? ആനന്ദിക്കണം. കാര്യം എന്താണ്? നാളെ ചാവും. ദൈവവചനം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം എന്തിരിക്കുന്നു? വച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ലോകത്തിൽ ഒരു മനുഷ്യനെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരുടെയെങ്കിലും അടുക്കൽ ചെന്നിട്ട് അവനോട് പറയേണ്ട ആവശ്യമുണ്ടോ? നീ മരിക്കും കേട്ടോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? മരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവനെ പഠിപ്പിക്കേണ്ടതിന്റെ, ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജനിച്ചാൽ എന്ത് ചെയ്യും? മരിക്കും. അതാരെയും പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് ദൈവം നിയമിച്ചിരിക്കുന്നു. ഈ പിന്നെ എന്നുള്ള കാര്യം എന്ത് ചെയ്തേ പറ്റൂ? പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ.
ഇപ്പോൾ ഒരാൾ ഒരു കല്യാണത്തിന് എന്ത് ചെയ്തു? ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചു. ക്ഷണം സ്വീകരിച്ചതിന് ശേഷം ചില സന്ദർഭങ്ങൾ കൊണ്ട് ആ കല്യാണത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ കല്യാണത്തിന് എന്ത് ചെയ്യാം? പോകാതിരിക്കാം. അത് അവന്റെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ അവന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ തീരുമാനമാണ്. കല്യാണം വിളിക്കുമ്പോൾ വിളിച്ചവൻ പറയും വന്നേ പറ്റൂ എന്ന്. ചിലപ്പോൾ വിളിച്ചാലും പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരിക്കൽ മരിക്കുകയും സൗകര്യം ഉണ്ടെങ്കിൽ ന്യായവിധിയിൽ വരാമെന്ന് പറയാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. എന്റെ സൗകര്യം അനുസരിച്ച് ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ന്യായവിധിയിൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കല്യാണ വിളി പോലെയല്ല ഇവിടത്തെ വിളി. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയും. ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. ആ നിയമിച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വഴുതി പോകുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ആ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഏക രക്ഷാ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ളത്. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് വ്യക്തതയോടെ ബോധ്യം ഇല്ലാതെയാണ് പോയിരുന്നതെങ്കിൽ ഈ പുതിയ വർഷത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ ഈ തന്നിരിക്കുന്ന വർഷത്തിലെ സമയം നമ്മുടെ സ്വന്തമല്ല. ദൈവം നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി കൂടി ദൈവം അനുവദിച്ച് നൽകിയ സമയമാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ നിത്യജീവന് വേണ്ടി നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ അവനെ ഈ ഭൂമിയിൽ നമ്മൾ അന്വേഷിക്കുന്നവരാണെങ്കിൽ നിത്യതയിൽ നമ്മൾ അവനെ കണ്ടെത്തും. ഹല്ലേലൂയ. ജീവന്റെ മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരും. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടല്ലാതെ നിത്യജീവന്റെ വഴി നമുക്ക് കാണുക എന്നുള്ളത് അസാധ്യമാണ്. കർത്താവെ, ഞങ്ങൾക്ക് അതെന്ത് ചെയ്യണമേ? വെളിപ്പെടുത്തി തരണമേ. പ്രാധാന്യമുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ളതിനെ മുൻപിൽ വെച്ചുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ രൂപാന്തരപ്പെടണമെന്നുള്ളതും, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഇന്ന് മാറ്റപ്പെട്ടാൽ കർത്താവിന്റെ വരവിൽ മാറ്റപ്പെടുന്ന ശരീരം പുനരുദ്ധാനം പ്രാപിക്കണം എന്നുള്ള താല്പര്യത്തിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് പ്രാപിച്ച് അതിൽ ജീവിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവസഭ ഒരുങ്ങപ്പെടണം. പ്രിയമുള്ളവരെ, യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവാണ്. യേശു ക്രൂശിൽ നിന്ന് നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരം വരുത്തി ആ ശരീരത്തെ എന്ത് ചെയ്തു? താഴേക്കിറക്കി കല്ലറയിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മൾ വചനം വായിക്കുന്നു, യേശുവിലെ ആത്മാവാണ്, യേശുവിൽ അധിവസിച്ചിരുന്ന ആത്മാവാണ് യേശുവിന്റെ ശരീരത്തെ പുനരുദ്ധാനം ചെയ്തതെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നിരിക്കുമ്പോൾ നമ്മളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെട്ടു പോയാലും നമ്മളുടെ കർത്താവിന്റെ വരവിൽ കല്ലറകൾ തുറക്കുമെന്ന് പറയുമ്പോൾ നമ്മളിൽ ഇന്ന് ഇരിക്കുന്ന അതേ പരിശുദ്ധാത്മാവാണ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നത്. പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ദൈവവചനത്തിലൂടെ, ദൈവിക വഴികളിലൂടെ, പ്രമാണങ്ങളിലൂടെ നാം ചിട്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ വരവിൽ നമ്മളത് പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. ദൈവമില്ലാത്തവരുടെ ഭാഷ എന്താണ്? നാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇന്ന് തെരുവിൽ എവിടെ നോക്കിയാലും മുക്കിനും എന്താണ്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഈ ഒരു വ്രതത്തിനകത്ത് എത്തിയിരിക്കുകയാണ് ജനം കിടക്കുക. കഴിക്കണ്ടെന്നോ കുടിക്കണ്ടെന്നോ ആനന്ദിക്കണ്ടെന്നുള്ള അത് തന്നെയാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാതെ ലോകത്തിന്റെ വഴിയിൽ വിട്ടുകൊടുത്ത്, ജഡികമായ കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്ത്, പാപത്തിന്റെ കാര്യങ്ങളിൽ വിട്ടുകൊടുത്ത്, പിശാചിനെ വിട്ടുകൊടുക്കുമ്പോൾ അവരറിയുന്നില്ല അവരുടെ ആത്മാവ് പിശാചി നിത്യ നരകത്തിൽ എന്ത് ചെയ്യും? കൊണ്ടുപോകുമെന്ന് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. യോഹന്നാൻ 6:27 വാക്യം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആണ്ട്, മാസം, ആഴ്ചകൾ, ദിവസങ്ങൾ, മണിക്കൂറുകളിൽ വചനം പറയുന്നു നശിച്ചു പോകുന്ന ആഹാരം. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും കിച്ചണിലാണ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ് ഈ കിടന്ന് എന്ത് ചെയ്യുന്നത്? കർത്താവ് വാർത്തയോട് പറഞ്ഞെന്താ? അല്പമേ വേണ്ടൂ. ഒരു ദിവസം നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് അല്പമേ വേണ്ടു. എന്നിട്ട് കർത്താവ് അതിനെ ഖണ്ഡിച്ചു. അതും വേണ്ട. അന്നത്തെ ദിവസം മറിയ യേശുവിന്റെ കാൽക്കൽ ഇരുന്നത് പോലെ മാർത്തയെ നീ എന്ത് വന്നിരിക്കുക.
അല്പമേ വേണ്ടൂ എന്ന് പറഞ്ഞു. അധികം ഇപ്പൊ കാര്യം കർത്താവും ശിഷ്യന്മാർക്കും എല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്ന ധൃതിയിലായിരുന്നു ആര്? മാർത്ത. അപ്പൊ യേശു പറഞ്ഞ എന്താ? നീ പലതിനെയും ചൊല്ലി എന്ത് ചെയ്യുന്നു? വിചാരപ്പെട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആകുല ചിന്തയിലിരിക്കുക. അല്പമേ വേണ്ടൂ, ഒരല്പം ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കഴിച്ചാൽ മതിയല്ലോ. എന്നിട്ട് കർത്താവ് അതിനെ ഖണ്ഡിച്ച് കളയുകയാണ്. അതും വേണ്ട, നീ ഇങ്ങ് പോരെ. ദൈവിക കൂട്ടായ്മകൾ ഉള്ളപ്പോൾ, ആരാധനകൾ ഉള്ളപ്പോൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് സമയം എന്ത് ചെയ്യരുത്, കളയാതെ നിത്യജീവന് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമയം നിങ്ങൾ പ്രയത്നിക്കണം. നിങ്ങൾക്കുള്ള നിത്യജീവൻ വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുതരാൻ പറ്റില്ല. നിങ്ങൾക്കുള്ള ദൈവം തന്നിരിക്കുന്ന ഈ ശരീരം മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കല്ലറയ്ക്കൽ വേറെ ആരുടെയും ആത്മാവ് എന്ത് ചെയ്തില്ല, വന്ന് ഉയർപ്പിക്കത്തില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, അത് എത്രത്തോളം ശക്തിയോടെ നിങ്ങളിൽ ആ ആത്മാവ് സജീവമാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പുനരുദ്ധാനം പ്രാപിക്കുന്നത്. അതാണ് ആ വചനം പറയുന്നത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് ജീവിച്ചിരിക്കുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം ബോധ്യം വേണം. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ മർത്യ ശരീരത്തിലാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനെ പുനരുദ്ധാനത്തിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ തേജസ്കരണത്തിൽ കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടന്നില്ലെങ്കിൽ, കർത്താവ് ഈ ആണ്ടിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ തേജസ്കരിക്കപ്പെടും, നമ്മൾ എങ്ങനെ പുനരുദ്ധാനം പ്രാപിക്കും? അതുകൊണ്ട് പ്രാധാന്യം മനസ്സിലാക്കി തീരുമാനങ്ങൾ, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങളുടെ സമയം എന്ത് ചെയ്യുവിൻ, നിങ്ങൾ കൊടുക്കുവിൻ. നിങ്ങളുടെ ടൈം ടേബിൾ വ്യത്യാസം എന്ത് ചെയ്യുവിൻ, വരുത്തുവിൻ. വചനം ധ്യാനിക്കുന്നതിന് സമയം കൊടുക്കുവിൻ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നതിന് സമയം കൊടുക്കുവിൻ. ദൈവത്തോട് അനുതപിക്കാനും മാനസാന്തരപ്പെടുവാനും സമയം കൊടുക്കുവിൻ. രൂപാന്തരപ്പെടാൻ സമയം കൊടുക്കുവിൻ. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് പുതുക്കം പ്രാപിക്കുവാൻ സമയം കൊടുക്കുവിൻ. കാരണം എന്താണ്? ലക്ഷ്യം നമ്മൾ കണ്ടിരിക്കുന്നു. മനുഷ്യൻ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല. അവനിൽ ദൈവം എന്തിയിരിക്കുന്നു? ആത്മാവിനെ വച്ചിരിക്കുന്നു. അതിന് മോക്ഷമുണ്ട്, അതിന് നിത്യതയുണ്ട്. അതായിരുന്ന ലക്ഷ്യം. ആ ലക്ഷ്യം തെറ്റിയാൽ ലോകത്തിൽ ഒരു മനുഷ്യനും നിന്നെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്തില്ല, കഴിയത്തില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമമാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനായിക്കോട്ടെ അവൻ രക്ഷിക്കപ്പെടും. അവൻ ആരോ ആയിക്കോട്ടെ അവൻ രക്ഷിക്കപ്പെടും. അവന്റെ പാപം കടിഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നതാണ് യേശുവിന്റെ രക്തം. ഗ്ലോറി ടു ഗോഡ്. പാപമോചനം ക്രിസ്തുവിൽ പൂർണ്ണമാണ്. എഫേസ്യൻസ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 15 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. നേരത്തെ പറഞ്ഞത് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യമാണ്. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? നടക്കുവാൻ. നിങ്ങൾ നടക്കേണ്ട കാര്യത്തെ കുറിച്ച്. കാരണം എന്താണ്? ഈ കാലം എന്താണ്? ദുഷ്കാലം എന്നാണ് അവിടെ പറയുന്നത്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. നടപ്പാൻ നോക്കുവിൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് നടക്കുന്നു? ഒത്തിരി ആൾക്കാർ എങ്ങോട്ട് പോകുന്നു? ഇന്ന സ്ഥലത്തോട്ട് പോകുന്നു, ഇന്ന സ്ഥലത്തോട്ട് പോകുന്നു. അതൊക്കെ പോകേണ്ട ആവശ്യമാണ്. പക്ഷെ ജീവിതത്തിലെ ഡെസ്റ്റിനേഷൻ ഏറ്റവും പ്രാധാന്യമാണ്. എവിടെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്? നരകത്തിലേക്ക് പോകണമെങ്കിൽ പ്രത്യേകിച്ച് നടത്തെയൊന്നും വേണ്ട. അതങ്ങനെ പോണ വഴിയിൽ എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. പക്ഷെ നിത്യതയിലേക്ക് പോകണമെങ്കിൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ. നടക്കുന്നവർക്ക് എന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട്. ആ ഡെസ്റ്റിനേഷനാണ് അവന് പ്രാധാന്യം. ഇവിടെ നടക്കുന്ന ആരാണ്? ഒരു വിശ്വാസി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? നിത്യത. അപ്പൊ നടക്കുന്നത് എങ്ങോട്ട് നടക്കണം? നിത്യതയെ ലക്ഷ്യമാക്കി നടക്കണമെങ്കിൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നിത്യത ലക്ഷ്യമാക്കി നിങ്ങൾ എന്ത് ചെയ്യുവിൻ? നടക്കുവിൻ. കാരണം എന്താണ്? ഇത് ദുഷ്കാലമാണ്. ഒരല്പസ്വല്പമൊക്കെ നിത്യതയെ കുറിച്ചിട്ടുള്ള തെളിച്ചവും വെളിച്ചവും ഒക്കെ കിട്ടിയാലും ആ ഉള്ള തെളിച്ചത്തെയും വെളിച്ചത്തെയും നശിപ്പിച്ച് കളയത്തക്ക രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിൽ തന്നെ, അതിനെയാണ് ദുഷ്കാലം എന്ന് എന്ത് ചെയ്യുന്നത്. കാരണം ലോകം മുഴുവനും നിത്യതയെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടില്ലാതെ നിത്യജീവൻ നൽകുന്ന
ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തു ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ബോധ്യമില്ലാതെ സകല ജാതികളും സകല വംശങ്ങളും ഗോത്രങ്ങളും ഭാഷകളും കൂരിരുട്ടിന്റെ കീഴിൽ മരണത്തിനപ്പുറത്തേക്ക് മനുഷ്യന്റെ നിത്യജീവനെ കുറിച്ച് ബോധ്യമില്ലാതെ മരണത്തിന് കീഴെ അടയ്ക്കപ്പെട്ടവരായി മരണത്തിനപ്പുറത്തേക്ക് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി നൽകിയിരിക്കുന്ന വെളിച്ചത്തെ കുറിച്ച് യാതൊരു ബോധ്യമില്ലാതെ അന്ധകാരം ഭൂമിയെ മൂടിയിരിക്കുന്നു, കൂരിരുട്ട് സകല ജാതികളെ മൂടിയിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവനെ കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായ ബോധ്യം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇരുട്ടിലിരിക്കുന്നവർ കുതിച്ചിരിക്കുന്ന ദൈവ തേജസ് നിനക്ക് വെളിപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്കണമെന്ന് വചനം അവിടെ വെളിപ്പെടുത്തുന്നു. ഇത് ദുഷ്കാലമാകയാൽ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. ദൈവത്തിന് നമ്മളെ കുറിച്ചിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എന്താണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ സകലത്തിനും ലാക്ക്, ദൈവത്തിന് എന്തുണ്ട്? ലാക്കുണ്ട്. 70, 80, 90, 100 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ ലക്ഷ്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ അല്ലെങ്കിൽ സകലത്തെയും പരിപാലിക്കുന്ന ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഭൂമിയിൽ താൻ സൃഷ്ടിച്ച ദൈവജനത്തെ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സകലത്തിനും ലാക്ക്, സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ, ഇന്ന് നമ്മൾ എന്താണ്? പുത്രന്മാരാണ്, പുത്രിമാരാണ് കർത്താവിന്റെ. അവന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടതുകൊണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരാരും എന്ത് ചെയ്തിട്ടില്ല? തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ വചനം പറയുന്ന എന്താണ്? അനേക പുത്രന്മാരെ തേജസ്കരണത്തിലേക്ക് നയിക്കുന്നു. അതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ പരമപ്രധാനമായ അജണ്ട. അതെന്നാണ് സംഭവിക്കുന്നത്? കർത്താവിന്റെ രഹസ്യ വരവിൽ മധ്യാകാശത്തിൽ അനേക പുത്രന്മാർ അന്ന് തേജസ്കരിക്കപ്പെടും. അതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ അജണ്ട. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. എന്തിനു വേണ്ടി? കർത്താവിന്റെ ഇഷ്ടം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. കർത്താവിന്റെ ഇഷ്ടം. ഇന്ന് ലോകത്തെ നോക്കുമ്പോൾ കൂരിരുട്ട് ജാതിയെ മൂടി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ പേരും പറഞ്ഞാണ് മനുഷ്യൻ ഇന്ന് എന്ത് ചെയ്യുന്നത്? തമ്മിൽ തല്ലിച്ചാകുന്നത്. ദൈവത്തിന്റെ പേരും പറഞ്ഞു ഭാവിയായ മനുഷ്യൻ ദൈവത്തിന് വേണ്ടതുപോലെ വിശുദ്ധി ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ വിശുദ്ധീകരിക്കാൻ ഭാവിയായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ വിശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? ഇതാണ് അന്ധകാരം എന്ത് ചെയ്തിരിക്കുന്നത്? ഭൂമിയെ മൂടി വെച്ചിരിക്കുന്നത്. മനുഷ്യൻ സംരക്ഷിക്കുന്ന ദൈവത്തിന് മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുമോ? മനുഷ്യൻ ശുദ്ധീകരിക്കാൻ വേണ്ടി ശുദ്ധീകരണ പ്രക്രിയ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ആ ദൈവത്തിന് മനുഷ്യന്റെ അശുദ്ധിയെ നീക്കി അവന്റെ ആത്മാവിനെ നിത്യതയിലേക്ക് എടുക്കുവാൻ കഴിയുമോ? അത് അസാധ്യമായ കാര്യം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ച ദൈവത്തിന്റെ മക്കൾക്ക് അത് ബോധ്യമുണ്ടാകണം. ആ ബോധ്യത്തിൽ ഇത് ദുഷ്കാലമാണ് ആയതുകൊണ്ട് നിങ്ങൾ അജ്ഞാനികളാകാതെ, നിങ്ങൾ ജ്ഞാനത്തോടെ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പുതുവർഷത്തിൽ ആരംഭ സമയത്തിൽ തന്നെ ഈ സുബോധത്തിന്റെ ആത്മാവ് നിങ്ങളുടെ എന്റെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പകർന്നു നൽകുന്നുണ്ടെങ്കിൽ, നമുക്കെന്നുള്ള മാത്രമല്ല ഈ സത്യവചനത്തെ ലോകത്തോട് വിളിച്ചറിയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ബഹുനിശ്ചയത്തിലൂടെ ആത്മാക്കളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കർത്താവിന്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുന്നവരാകുവിൻ. അവന്റെ വേല നിഷ്ഫലമാവുകയില്ല. മനുഷ്യന്റെ സകല പ്രയത്നവും നിഷ്ഫലമാകുമ്പോൾ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിൽ പിതാവാം ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സുവിശേഷം നിഷ്ഫലമാവത്തില്ല. അത് ഫലം കൊണ്ടുവരും. അവന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ അതിന്റെ ഫലം കാണും. തന്നിൽ വിശ്വസിക്കുന്നവർ തേജസ്കരണം പ്രാപിച്ചും പുനരുദ്ധാനം പ്രാപിച്ചും ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. അതുകൊണ്ട് കർത്താവിന്റെ വേല നിഷ്ഫലമായി പോകത്തില്ല. അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുവേ. അവന്റെ ഇഷ്ടം അറിയണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കാൻ നമ്മൾ സമർപ്പിക്കുന്നവരാകണം. എങ്കിൽ ആ ശബ്ദം നമ്മൾ കേൾക്കും, ആ വഴികൾ നമ്മൾ അറിയും. ആ ജീവന്റെ തുടുപ്പ് നിന്റെ ഹൃദയത്തിൽ അറിയും, നിന്റെ ആത്മമണ്ഡലത്തിൽ അത് അറിയും. പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് പുറത്തല്ല അറിയാൻ കഴിയുന്നത്. ലോകമനുഷ്യൻ ദൈവമുണ്ടോ എന്ന് പുറത്തന്വേഷിക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഉണ്ട് എന്നുള്ളതും അവൻ സംസാരിക്കുന്നവനാണെന്നും അവൻ തുടിക്കുന്നവനാണെന്നും
ആത്മമണ്ഡലത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, വചനത്തിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കറിയാം, അവൻ എന്നിൽ സംസാരിക്കുന്നു, അവൻ എന്നിൽ ജീവിക്കുന്നു, അവൻ എനിക്ക് ആലോചന പറഞ്ഞു തരുന്നു, അവൻ എന്നെ വഴി നടത്തുന്നു, നിത്യതയെ കുറിച്ചുള്ള ബോധ്യം അവൻ എനിക്ക് തരുന്നു. ജീവന്റെ മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരും. അളവുനൂല് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് ആർക്കും അപഹരിച്ചു കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിലൂടെയാണ് അതെന്ത് ചെയ്തിരിക്കുന്നത്, ലഭിച്ചിരിക്കുന്നത്. കർത്താവിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് കളയുവാൻ ഒരു അന്ധകാര ശക്തിക്കും സാധ്യമല്ല. ഒരു കുഞ്ഞാടിന്റെ രക്തം ഇസ്രായേൽ മക്കൾ മിസ്രൈം അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവാലോചന കൊടുത്തിട്ട് കുഞ്ഞാടിന്റെ രക്തമെടുത്ത് കട്ടളപ്പടിമേൽ, അതിന്റെ കുറുമ്പടിമേലും നെടുമ്പടിമേലും തളിക്കപ്പെടുമ്പോൾ സംഹാരദൂതൻ ഒഴിഞ്ഞുപോയെങ്കിൽ ദൈവപുത്രനായ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ സംഹാരദൂതന് തൊടുവാൻ കഴിയുമോ? കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വിടുതൽ പൂർണ്ണമാണ്, വീണ്ടെടുപ്പ് പൂർണ്ണമാണ്. ഹല്ലേലൂയ. പാപമോചനം ക്രിസ്തുവിൽ പൂർണ്ണമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. സമയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവേൻ, അത് നിഷ്ഫലമായി പോകത്തില്ല. Glory to God. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യത്തിൽ, ഈ നാളിൽ ദൈവം എന്തിരിക്കുന്നു? കണ്ടോ, ഈ നാളിൽ നമുക്കും ഒരു ദിവസം എന്തിരിക്കുന്നു, ഈ ഒരു നാള് ദൈവം എന്തിരിക്കുന്നു തന്നോ? ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുവോ? ഇല്ലെങ്കിൽ നമ്മുടെ ശവക്കുഴിയിൽ നമ്മൾ എന്ത് ചെയ്യാനെ കിടന്നേ സ്വന്തം. പക്ഷെ നമുക്ക് ദൈവം എന്തിരിക്കുന്നു, ഈ നാളിൽ ദൈവം നിനക്കൊരു നാളെന്തിരിക്കുന്നു തന്നിരിക്കുന്നു. നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം നൽകിയിരിക്കുന്ന വർഷത്തിൽ ദൈവം ഇവിടെ ആവശ്യപ്പെടുന്നു, നിന്റെ സമാധാനത്തിനായുള്ളത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് കൊള്ളാമായിരുന്നു. എന്താണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സമാധാനം? ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്ത് സമാധാനം? മനുഷ്യനും ദൈവവും തമ്മിൽ സമാധാനക്കേടുണ്ടായത് എന്താണ്? പാപം, അനുസരണക്കേടെന്നുള്ള പാപം നിമിത്തം ദൈവത്തോട് സമാധാന ബന്ധം പുലർത്തുവാൻ മനുഷ്യന് കഴിയാതെ പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ എന്ത് ചെയ്യുന്നു? പരമയാഗമായി തീരുമ്പോൾ മനുഷ്യന് ദൈവത്തോട് യേശുക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച് സമാധാന ബന്ധം പുലർത്തുവാൻ കഴിയും. ആ സമാധാനം ലോകത്തിന് തരാൻ കഴിയാത്തതാണ്. പാപത്തിൽ വീണുപോയ ഒരു മനുഷ്യനെ ആ പാപ നിമിത്തം ഉണ്ടായ സമാധാനക്കേടിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ ലോകത്തിൽ ഒരു വഴിക്കും സാധ്യമല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക്, അവന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് യേശുക്രിസ്തു മുഖാന്തരം പിതാവാം ദൈവത്തോട് സമാധാനം പുലർത്തുവാൻ കഴിയും. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ആ സമാധാനം ഭൂമിയിൽ എന്തിയിരിക്കുന്നു സ്ഥാപിച്ചിരിക്കുന്നു. യേശുവിന് മാത്രമേ അത് സാധ്യമായുള്ളൂ. പിതാവാം ദൈവത്തോട് മനുഷ്യനെ ബന്ധം പുലർത്തുവാൻ സമാധാനക്കേട് ഉണ്ടാക്കി വെച്ചിരുന്ന പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് മനുഷ്യനെ ജീവനുള്ള ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ആ പരിഹാരം വരുത്തിയവൻ ആണ് ഇവിടെ പറയുന്നത്. എന്താണ്? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന് പിതാവാം ദൈവത്തോട്, പരിശുദ്ധാത്മാവാം ദൈവത്തോട് സമാധാന ബന്ധമുണ്ട്. അതേ സമാധാന ബന്ധം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിലൂടെ പിതാവാം ദൈവത്തോട് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയും, സമാധാനത്തോടെ ആരാധിക്കാൻ കഴിയും, സമാധാനത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് അവന്റെ ആലോചനയുടെ ശബ്ദം കേൾക്കാൻ കഴിയും, സമാധാനത്തോടെ ദൈവത്തിന്റെ കൂട്ടായ്മ ആചരിക്കാൻ കഴിയും. അതാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് നിലനിർത്തുവാനുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ജീവന്റെ വചനം എന്ത് ചെയ്യണം? കേൾക്കണം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനാണ്. എന്ത് ജീവൻ? നിങ്ങൾക്കുള്ള നിത്യജീവൻ. നിത്യജീവൻ മാത്രമല്ല, ജീവനും സമാധാനം. എന്ത് സമാധാനം? ഭൗമികമായ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് എനിക്ക് ലഭിക്കാതിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അസ്വസ്ഥത മാറുന്നതല്ല. എനിക്ക് എന്റെ ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ തടസ്സമായിരിക്കുന്ന സകല വിഷയത്തെയും നീക്കിക്കളഞ്ഞുകൊണ്ട് എന്റെ ദൈവത്തോട് എനിക്ക് സമാധാന ബന്ധം പുലർത്തുവാൻ എന്നെ സഹായിച്ച, എനിക്ക് കൃപ നൽകിയ, അതോട് ബന്ധപ്പെട്ട് നിന്ന സകലത്തെയും യേശുക്രിസ്തുവിൽ നീക്കിക്കളഞ്ഞ് പരിഹരിച്ച് സമാധാനത്തെ ദൈവം എനിക്ക് എന്തിരിക്കുന്നു? നൽകിയിരിക്കുന്നു. ജീവനും സമാധാനവും
ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ഏതാണ് കർത്താവിന്റെ ശബ്ദം? വചനം. ആടിന് ചെവിയുണ്ടെങ്കിൽ വചനം കേൾക്കും. ആടല്ലാത്ത പക്ഷം വചനം എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. അവർക്ക് ഭൗമികമായ ചില അനുഗ്രഹങ്ങൾ മതി. താൽക്കാലികമായ സുഖഭോഗങ്ങൾ ആണ് ഏറ്റവും നല്ലതെന്നുള്ള കാര്യത്തിൽ ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പുറകെ കെട്ടുകഥ കേൾക്കാൻ തിരിയുന്ന കാലം എന്ത് ചെയ്യും? വരും. കിഴവിക്കഥകൾ കേൾക്കുന്ന കാലം എന്ത് ചെയ്യും? വരും. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ആ ഒരു വ്രതത്തിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യും? പോകും. എന്നാലോ ദൈവം മനുഷ്യന്റെ ജീവാവസാനത്തിന് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? അവധി വച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചത് നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന നാളുകളിൽ, ഈ നാളിൽ ഹല്ലേലൂയ, നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഈ സമാധാനം ആരാണ്? യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്തോറും 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 സമാധാനം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും. ക്രിസ്തുവിന്റെ സാന്നിധ്യം, സാമീപ്യം അനുഭവിക്കും തോറും മരണത്തിലും പ്രത്യാശയുണ്ടാകും, അവിടെയും സമാധാനം ഉണ്ടാകും. 90 സങ്കീർത്തനത്തിൽ വരുമ്പോൾ 12 വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. വർഷങ്ങൾ ഇങ്ങനെ കിട്ടി, 80, 90, 100 ആയി എന്ന് പറഞ്ഞിട്ട് എന്തില്ല? കാര്യമില്ല. ദൈവം തരുന്ന ചുരുങ്ങിയ ആയുസിൽ സൃഷ്ടിച്ചവനെ അറിയണം, വീണ്ടെടുത്തവനെ അറിയണം, രക്ഷിച്ചവനെ അറിയണം, എനിക്ക് വേണ്ടി പാപത്തിന് പരിഹാരം വരുത്തിയവനെ അറിയണം, എന്റെ നിത്യജീവനെ ഞാൻ അറിയണം, എന്റെ തേജസ്കരണത്തെ, എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അറിയണം, എന്റെ പുനരുദ്ധാനത്തിന്റെ പരിശുദ്ധാത്മാവിനെ അറിയണം. പൗലോസ് പറയുന്നതെന്നാണ്, ഇങ്ങനെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ ഞാൻ അറിയണം, മാത്രമല്ല അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി കൂടി എനിക്കറിയണം. ഇവിടെ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയമില്ലെങ്കിൽ അകത്തിരിക്കുന്ന ആത്മാവ് അമ്പടും പോച്ച് നഷ്ടപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ കൂടെ പച്ചമലയാളം പറയാൻ എനിക്കറിയത്തില്ല. എല്ലാം പോകും. ചിലർ പറയുന്നത് എന്താ? പോകുമ്പോ എന്ത് ചെയ്യട്ടെ? അങ്ങ് പോകട്ടെ. പോകുമ്പോ അങ്ങ് പോകത്തില്ല. ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുണ്ട്. അത് ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. അന്നേരം കാണാമെന്ന് പറയുമ്പോൾ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നരകത്തെ കുറിച്ച് അവൻ കാണുമ്പോൾ അവൻ അവിടെ എന്ത് ചെയ്യും? കൈയും കാലും ഇട്ടടിക്കും. കാര്യം എന്താ? ഞങ്ങൾക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ട, പോകണ്ട. കൈയും കാലും ഇട്ടടിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ടാ, അവന്റെ കൈയും കാലും എന്ത് ചെയ്യും? പിടിച്ചു കെട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് ജീവിച്ചിരിക്കുമ്പോൾ പറയാം. ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല. അത് വരും. അതിനു മുമ്പ് കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുവിൻ? ക്രമപ്പെടുവിൻ. മനുഷ്യന്റെ ആയുസിനെ സംബന്ധിച്ചിടത്തോളം നിലത്തൊഴിച്ചു കളയുന്നതും പിന്നെ കൂട്ടിച്ചേർക്കാൻ കഴിയാത്തതും ആയ വെള്ളം പോലെയാണ് മനുഷ്യന്റെ ആയുസ്. അതിനെ വിശേഷിപ്പിക്കുന്നതും വെള്ളത്തിലൊരു കുമിള പോലെയാണ്. അത് വളരെ നൈമിഷികമായതാണ്. ഒരു ശ്വാസം പോലെ, ഒരു ശ്വാസം എടുത്തിട്ട് എടുത്ത ശ്വാസം വിടുന്ന സമയം, ഇതിനിടയിലുള്ള ഗ്യാപ്പിനെയാണ് ഒരു ശ്വാസത്തിന്റെ സമയ പീരീഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ആയുസിനെ താരതമ്യം ചെയ്യുന്നത്, അകത്തോട്ടൊരു ശ്വാസം എടുത്തു, പുറത്തോട്ടൊരു ശ്വാസം വിടുന്നു. ഈ സമയപരിധിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്താണ് മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഉൾപ്പെട്ടിരിക്കുന്നത്. അവന്റെ ജീവൻ അവിടെ നിലച്ചാൽ അവന്റെ ആത്മാവ് എവിടെ എത്തിച്ചേരും? ഒരു വയലിലെ പുല്ലുപോലെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അത് രാവിലെ കിളിർത്ത് വരുന്നു, അത് തഴച്ചു വളരുന്നു. വെയിലത്തോ അത് വാടുന്നു. വൈകുന്നേരമാകുമ്പോൾ അത് നിലംപരിശായി പോകും. മനുഷ്യൻ നടക്കുമ്പോൾ സൂര്യന്റെ വെളിച്ചത്തിൽ ഒരു നിഴൽ, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് നിഴൽ എന്ത് ചെയ്യുന്നു? പടിപ്പടിയായി മാറി നിഴൽ എന്ത് ചെയ്യുന്നു? സൂര്യൻ അസ്തമിക്കുമ്പോൾ നിഴൽ മാറ്റപ്പെടുന്നത് പോലെ, രാവിലെ ഉദിച്ച് നിഴൽ മാറ്റപ്പെടുന്നത് പോലെ മനുഷ്യന്റെ ആയുസ് എന്ത് ചെയ്യുന്നു? തീരുമ്പോൾ അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയുടെ മധ്യത്തിലായി ഏകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷാപദ്ധതി കൃത്യമായി കണ്ടില്ല എങ്കിൽ ഈ വർഷത്തിൽ നമ്മിലൂടെ ചിലരെന്ത് ചെയ്യാനുണ്ട്? നിത്യജീവൻ പ്രാപിക്കാനുണ്ട്. നമ്മിൽ നിന്ന് ചിലത് സുവിശേഷത്തിന്റെ സത്യം മറ്റു ചിലരിലേക്ക് എന്ത് ചെയ്യാനുണ്ട്? പകരപ്പെടാനുണ്ട്. കത്തിയിരിക്കുന്ന ഒരു വിളക്കിന് മാത്രമേ മറ്റൊരു വിളക്കിൽ തീ പകരാൻ കഴിയത്തുള്ളൂ. അകത്ത് ജീവൻ പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ മറ്റൊരു വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് ജീവനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ.
മറ്റൊരു മാർഗം കൊണ്ടും മറ്റൊരു വ്യക്തിയുടെ ഉള്ളിൽ ജീവനെ കൊടുക്കാൻ സാധ്യമാകത്തില്ല. എന്റെ അകത്തിൽ ജീവനുണ്ടെങ്കിൽ ആ ജീവനെ എനിക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം. ഞങ്ങൾക്ക് വേണ്ടിയത് മറ്റ് കളപ്പുരകളല്ല, നമ്മളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങൾക്ക് ഒത്തവണ്ണം ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടുന്നതിനുള്ള ഓട്ടമല്ല. കാരണം ഞങ്ങളുടെ നാളുകൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. ഈ നാളുകൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ, ഞങ്ങളുടെ നാളുകളെ കണക്കാക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമേ? ഉപദേശിക്കണം. എന്തിനാണ് ആ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഒന്നാമത്തെ വാക്യത്തിലൂടെ പറയുന്നു. എന്താണ് ആ വാക്യം? ഉറക്കെ വായിച്ചാൽ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന കാര്യം എന്താണ്? ദൈവത്തിന് മാത്രമേ സാധ്യമാകുന്ന ഒരു കാര്യമാണ് അടുത്ത് പറയുന്നത്. ജീവനുള്ള ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യം അടുത്ത് പറയുകയാണ്. നീ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കും. അതിനർത്ഥം മർത്യനെ പൊടിയിൽ നിന്ന് എടുത്തവനാണ് നീ. ആ എടുത്തവൻ നീ മർത്യനെ പൊടിയിലേക്ക് എന്ത് ചെയ്യും? ചേരുമാറാക്കും. അവിടം കൊണ്ട് നിർത്തുന്നില്ല. വീണ്ടും മനുഷ്യപുത്രനെ തിരികെ വരുവിനെന്ന് കൽപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. അതെന്നാണ് തിരികെ വരുവാൻ ദൈവം കൽപ്പിക്കുന്നത്? തന്റെ പുത്രൻ തന്റെ സഭയ്ക്ക് വേണ്ടി, മണവാട്ടി സഭയ്ക്ക് വേണ്ടി മധ്യാകാശത്തിൽ വരുമ്പോൾ മൺമറഞ്ഞു പോയവരെ മടക്കിയെടുക്കുന്ന ഒരു ദിവസമുണ്ട്. നീ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുകയും മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരുവിനെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ തേജസ്കരിക്കപ്പെട്ടെടുക്കപ്പെടും. വചന നിശ്ചയമില്ലാത്തവർക്ക് പുനരുദ്ധാനത്തെ കുറിച്ച് എന്ത് ചെയ്തില്ല? നിശ്ചയം ഉണ്ടാവില്ല. വചന നിശ്ചയത്തിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ അതിനുള്ള ഒരുക്കം എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. നിറവ് പ്രാപിച്ചിട്ടല്ലാതെ ആ വഴിയിലൂടെ നമുക്ക് കാൽച്ചുവടുകളെ വയ്ക്കുവാൻ കഴിയത്തില്ല. കർത്താവേ, ഞങ്ങളുടെ നാളുകൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം, മറ്റ് യാതൊരു കാര്യത്തിലുമല്ല നിറവ്. അത് ദൈവം തരുമ്പോൾ എന്ത് ചെയ്യട്ടെ? ദൈവം തരട്ടെ. ജ്ഞാനത്തോടെ അതും എന്ത് ചെയ്യണം? ഉപയോഗിക്കാം. ചിലർക്ക് മറ്റു പല കാര്യങ്ങളെ നിറവ് വരുമ്പോഴത്തേക്ക് ഉള്ള ജ്ഞാനമല്ല എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യാത്തത്. അപ്പോൾ യഥാർത്ഥ നിറവ് നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ ഹൃദയം നല്ല നല്ലമായിട്ട് എന്ത് ചെയ്യണം? മാറണം. കട്ടകൾ എന്ത് ചെയ്യണം? ഉടയ്ക്കണം, നിരത്തണം. പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യണം? നനയ്ക്കപ്പെടണം. ദൈവവചനത്തിന്റെ വിത്ത് എന്ത് ചെയ്യണം? പാകപ്പെടണം. അവിടെ നല്ല നിലത്ത് വീണ വിത്തുകൾ 30, 60, 100 മേനി ഫലം എന്ത് ചെയ്യണം? ഉണ്ടാകണം. നമ്മൾ നിഷ്ഫലരായി തീരാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അധികം ഫലം കായ്ക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് അലസമായിട്ടാണ് പോയെങ്കിൽ ഈ വർഷവും അലസമായി പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഫലം കായ്ച്ചില്ലെങ്കിൽ ഈ വർഷം ഫലം കായ്ക്കാതെ പോകണമെന്ന് നമ്മളെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല. കർത്താവേ, വയസ്സൊക്കെ ആയി, ഇനി എന്താണ്? നരയ്ക്കുവോളം വാർദ്ധക്യത്തിലും അധികം എന്ത് ചെയ്യും? ഫലം കായ്ക്കും, അധികം ബലപ്പെടുത്തും. സാറയെ വാർദ്ധക്യത്തിൽ ദൈവം എന്ത് ചെയ്തു? പുതുക്കി. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? പുതുക്കി. അല്ലെ, പാപത്തിന്റെ പിടിയിൽ അകപ്പെട്ടു പോയ ദൈവജനത്തെ ദൈവം എന്ത് ചെയ്യുന്നു? പുതുക്കുന്നു. നയമാന്റെ കുഷ്ഠത്തെ ദൈവം എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞ് നയമാനെ ദൈവം എന്ത് ചെയ്തു? പുതുക്കി. ഒരു പുതുവർഷം ദൈവം തരുമ്പോൾ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവ് പുതുക്കുമ്പോൾ, അല്ലെങ്കിൽ വർഷത്തിന്റെ അവസാനം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുക എന്നുള്ളതല്ല. വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവമേ, നീ നടത്താനുള്ള വഴികളിലൂടെ ഞങ്ങൾ നടന്നു വരുവാൻ തക്കവണ്ണം നിന്റെ അത്യന്തമായ ശക്തി, നിന്റെ അത്യന്തമായ ദൈവകൃപ, അവിടുത്തെ ജ്ഞാനം ഞങ്ങളുടെ മേൽ പകർന്ന് നിഷ്ഫലരായി തീരാതെ ഞങ്ങൾ വചനത്തിന്റെ ഒരു വർധനവ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യട്ടെ? ഉണ്ടാകട്ടെ. കാരണം ദൈവം ജീവിക്കുന്നു. അവൻ ഇന്നലെ ജീവിച്ച് ഇന്നലകളിൽ മരിച്ചവനല്ല. നമ്മളുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ ഇന്നലെയും അവൻ ഇന്നും അവൻ എന്നുമെന്നും അവൻ അനന്യനാണ്. അവൻ ഇന്നലെ പ്രവർത്തിച്ചുവെങ്കിൽ, അത്ഭുതം ചെയ്തുവെങ്കിൽ, വിടുവിച്ചുവെങ്കിൽ അവൻ ഇന്നും ജീവിക്കുന്നു. ഇന്നും അത്ഭുതം ചെയ്യും, ഇന്നും വിടുവിക്കും. ഇന്നും ഭൂതങ്ങളുടെ മേൽ അവന്റെ നാമത്തിന് അധികാരമുണ്ട്. ബന്ധനങ്ങൾ അവന്റെ നാമത്തിൽ അഴിയും, രോഗക്കെട്ടുകൾ അഴിയും. അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ജ്ഞാനം? മർത്യൻ പൊടിയിൽ ചേർന്നാൽ അവന്റെ വരവിൽ മനുഷ്യപുത്രന്മാരെ തിരികെ കയറി വരും
വരുവിനെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് തിരിച്ചറിയണമെങ്കിൽ ജ്ഞാനമുള്ള ഹൃദയം വേണം. ഇല്ലെങ്കിൽ ആൾക്കാരും എന്ത് ചെയ്യത്തില്ല, വിശ്വസിക്കത്തില്ല. പോയത് എന്ത് ചെയ്തു, തിരിച്ചെന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ അടക്ക ശുശ്രൂഷ എന്ന് പറയുന്നത് അപമാനത്തിന്റെ ശുശ്രൂഷയാണ്. എന്താണ് അപമാനം? ചക്കക്കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പൊടിച്ചു വരും. മാങ്ങാണ്ടി കുഴിച്ചിട്ട് എന്ത് ചെയ്യും, പൊടിച്ചു വരും. പക്ഷെ പാസ്റ്റർമാര് പ്രസംഗിക്കണം എന്താണ്, ഇവരെന്ത് ചെയ്യും, കർത്താവിന്റെ വരവിൽ എഴിച്ചു വരും. വചന നിശ്ചയമില്ലെങ്കിൽ, വചന വെളിപ്പാടില്ലെങ്കിൽ, ഉയരത്തിലെ ശക്തിയില്ലെങ്കിൽ, അകത്ത് ദൈവാത്മാവ് തരുന്ന ജ്ഞാനമില്ലെന്നുണ്ടെങ്കിൽ, ആത്മീയ കാഴ്ചപ്പാടില്ല എന്നുണ്ടെങ്കിൽ അവർക്കതെന്തായി തോന്നും, അപമാനത്തിന്റെ ശുശ്രൂഷ. അത് പൊട്ടനടാണ്, എഴിച്ചു വരുമെന്ന് എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. വേറെ പണിയില്ല. വചനം പറയുന്നത് എന്താണ്, അവന്റെ വരവിൽ ഇത് മുളയ്ക്കും. ഓരോരുത്തരും അവനവന്റെ ശരീരം എന്ത് ചെയ്യും, പ്രാപിക്കും. അവനവന്റെ നിരയിൽ എന്ത് ചെയ്യും, പ്രാപിക്കും. ഗോതമ്പ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തനിയെ ഇരിക്കും. അത് നിലത്തിട്ട് അത് വെള്ളമൊഴിക്കുമ്പോൾ അതെന്ത് ചെയ്യും, അതിന്റെ ശരീരം എന്ത് ചെയ്യും, അത് പുറത്തു കൊണ്ടുവരും. ശാസ്ത്രലോകത്തിന്റെ കയ്യിൽ ഒരു ഗോതമ്പ് മണി എടുത്ത് കൊടുത്തിട്ട് അതിന്റെ അകത്തിരിക്കുന്ന ജീവൻ എടുത്ത് പുറത്തു വെക്കാൻ പറഞ്ഞാൽ അവന് പുറത്തു വെക്കാൻ പറ്റുമോ? പരാജയപ്പെടും. ഗോതമ്പ് മണിക്കകത്ത് ജീവനുണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ നിലത്ത് കുഴിച്ച് അതിനകത്ത് മണ്ണ് മൂടി വെള്ളം ഒഴിച്ചു നോക്കണം. അന്നേരം എന്ത് ചെയ്യും, അത് മുളയ്ക്കും. ഒരു കടുകുമണിക്കകത്ത് ജീവനുണ്ടോ ഇല്ലേ എന്ന് ശാസ്ത്രത്തിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ജീവനെ പുറത്തെടുത്ത് കാണിച്ചു തരാൻ അവന് കഴിയത്തില്ല. അങ്ങനെ പരാജയപ്പെട്ട ശാസ്ത്രമാണ് പറയുന്നത് മനുഷ്യന്റെ അകത്ത് എന്തില്ല, ആത്മാവില്ല. അതിനെ വിശ്വസിച്ച് നടക്കുന്ന കുറെ മണ്ടന്മാർ. ഈ ഭൂമി എങ്ങനെ വന്നു? പൊട്ടിത്തെറിച്ച് വന്നതാണ് പോലും. ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്ത് ഒരു ചെവരിൽ ഒരു ഏറ് കൊടുത്ത് അത് പൊട്ടിത്തെറിച്ചാൽ പിന്നെ ആ പൊട്ടിത്തെറിച്ച സാധനം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് കൊള്ളാമോ? സാമാന്യ ബോധ്യമുള്ള മനുഷ്യരാണ് ഇത് പൊട്ടിത്തെറിച്ച് വന്നത് എന്ത് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് എടുത്ത് ഭിത്തിയിൽ എറിഞ്ഞ് പൊട്ടിച്ചാൽ അതിന് ഒരു വകയ്ക്കും കൊള്ളത്തില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവന് ബോധ്യമാക്കാനുള്ള ബോധ്യം അവനുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെ ദൈവം എന്ത് ചെയ്തു, സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം അവന്റെ കണ്ണിനെ ഈ ലോകത്തിന്റെ ദൈവം പിശാച് എന്ത് ചെയ്തു, മൂടി വെച്ചിരിക്കുന്നത്. അവന്റെ കാര്യമാണ്. നമ്മൾ വിശ്വസിക്കുന്നതോ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം തന്റെ വചനത്താൽ ഈ ദൃശ്യമായ ലോകത്തെ ദൈവം എന്ത് ചെയ്തു, സൃഷ്ടിച്ചു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ശാസ്ത്രം വിശ്വസിക്കുന്ന എന്താണ്, വാൽമാക്രിയിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്തു, ഉണ്ടായി. അവനത് വിശ്വസിക്കട്ടെ. എന്റെ അപ്പനും അപ്പൂപ്പനും അപ്പൂപ്പന്റെ അപ്പൂപ്പനൊന്നും വാൽമാക്രിയല്ല, കൊരങ്ങനുമല്ല. കൊരങ്ങനിൽ നിന്ന് ഉണ്ടായതല്ല ഞങ്ങള്. ദൈവം തന്റെ സ്വരൂപത്തിലും ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ സൃഷ്ടിയുടെ പുറകിൽ ദൈവമാണ്. ലോകത്തിൽ മനുഷ്യർ സത്യം അന്വേഷിച്ച് നടക്കുന്നവരാണ്. ഞങ്ങളൊരു സത്യം കണ്ടു. കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാനാണ് സത്യം. ചങ്കൂറ്റത്തോടെ നെഞ്ചുറപ്പോടുകൂടി ലോകത്തിന്റെ വിരുമാറിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ സത്യം അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ. യേശു വിളിച്ചു പറഞ്ഞു, ഞാനാണ് സത്യം. മനുഷ്യന്റെ വൈകാരിക മണ്ഡലത്തിൽ മനുഷ്യൻ ദാഹിച്ചും ദാഹിച്ചും കൊതി തീരാത്ത ഒരു മേഖലയാണ് സ്നേഹം എന്നുള്ളത്. അത് പൂർത്തീകരണം പ്രാപിപ്പാൻ ഒരു മനുഷ്യനും ദൈവത്തെ കൂടാതെ സാധ്യമല്ല. കാരണം എന്താണ്, അവനാണ് സ്നേഹം. സ്നേഹം അന്വേഷിക്കുന്നവനും യേശുവിന്റെ അടുക്കൽ വന്നേ പറ്റത്തുള്ളൂ. ആ സ്നേഹം നീ അറിയുമ്പോഴാണ് സ്നേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് നീ എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. കാണുന്നത് സകലതും മായയാണ്. അവനാണ് സത്യം, അവനാണ് ജീവൻ, അവനിലാണ് സ്നേഹം. അന്തിമമായി മനുഷ്യൻ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്, മോക്ഷം. മരിച്ചാൽ എവിടെ പോകും? ഈശ്വരവാദികൾ പോലും പറയുന്നത് എന്താണ്, ദൈവം ഇല്ല. എന്തോന്നില്ല, ദൈവം. അപ്പം നീ ആദ്യം പറഞ്ഞത് ആര്? ദൈവത്തെ. അപ്പൊ നിരീശ്വരവാദി എന്ത് പറയുന്നു? ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ നിന്റെ പൗരൊക്കെ. നീ ആദ്യം പറഞ്ഞു ആരില്ലാന്ന്, ദൈവം. അതുകൊണ്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, വിശ്വാസം. നിന്റെ പൗരക്കേടുകൊണ്ട് നീ അതെന്ത് ചെയ്യുന്നു, ഇല്ല എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഒരു 4 മുട്ട എടുത്ത് ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് അടിച്ചിട്ട് എത്ര ക്വാണ്ടിറ്റി കിട്ടും അത്രയേ ഉള്ളൂ മനുഷ്യന്റെ തലച്ചോറ്. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് ഇവന്റെ ചിന്ത. ന്യൂറോ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ തക്കടോട്ടിക്കോട്ടെ, തീർന്നു. ഇതിനപ്പുറത്തൊരു നിത്യജീവനാണ്. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ പോയെങ്കിൽ ഇതൊന്നും നമ്മൾ കേൾക്കത്തില്ല. ഞാൻ പ്രസംഗിക്കാനും പുതിയ വർഷം ദൈവം നമുക്ക് തന്നെയാണ്. വയറ് നിറയെ തിന്നാനാണോ? ആണോ? ദൈവം ഒരു പുതിയ വർഷം തന്നുവോ? ഇപ്പോഴേ അയച്ചടക്കാൻ മതി.
കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾക്കിത് കുറേ കാലം കഴിഞ്ഞിട്ട് അറിയും. ഒരു വർഷത്തിൽ 150 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതാണ്. 3 നേരമാണ് എന്ത് ചെയ്യേണ്ടത്? കഴിക്കേണ്ടത്. അതിൽ ഒരു നേരം എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യണം. ഇവിടെ 6 നേരം കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല. 24 മണിക്കൂറും ലോകത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കും. ഇപ്പം മുക്കിന് എന്തുണ്ട്? എന്ത് വേണോ ഉണ്ട്. ഇപ്പം കഴിച്ചിപ്പം പോത്തിൻ്റെ മുട്ടാണ് ആൾക്കാർ കഴിക്കുന്നത്. പോത്തിൻ്റെ മുട്ട് ഇതാ വരുന്നടുത്ത് സാത്താൻ കൊണ്ടുവരുന്നുണ്ട്. പുഴു ഏറ്റവും നല്ല ഹൈ പ്രോട്ടീനാണ് പോലും. പിശാചി തന്നെ ഇതിനപ്പുറം തീറ്റിക്കും. പ്രിയമുള്ളവരെ ഓർത്തോ, ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വഞ്ചിച്ചത് ഫുഡാണ്. ആത്മീയത്തിലും വഞ്ചിച്ചു, അന്ത്യകാലത്തിൽ അത് ഫിസിക്കലി എന്ത് ചെയ്യും? വഞ്ചിക്കും. മറിയ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ മാർത്തയ്ക്ക് വരാൻ തടസ്സം എന്തായിരുന്നു? ഫുഡ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. കർത്താവ് പറഞ്ഞ ഇത് അല്പമേ അധികമായതിന്റെ കുഴപ്പങ്ങളാണ് നമ്മൾ പലരും എന്ത് ചെയ്യുന്നത്? ഈ ആപ്പും ഏപ്പും ഒക്കെ വെച്ച് ഒരുവിധമൊക്കെ 1-3 നിൽക്കണം. ഇതിലേതെങ്കിലും ഒരു ആപ്പ് നമ്മൾ വച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ജയിക്കാവുന്നില്ല. ഉള്ള കാര്യം കർത്താവ് ഞങ്ങളെ തന്നെ ഒന്ന് നിത്യതയ്ക്ക് എന്ത് ചെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവെ സഹായിക്കണം. അപ്പോൾ പുതിയ വർഷത്തിൽ കർത്താവ് നമുക്ക് തരുമ്പോൾ ഞങ്ങളുടെ നാളുകൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? കാരണം എന്താണ്? മനുഷ്യന്റെ ജീവകാലത്തിന് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അവധി വെച്ചിരിക്കുന്നു. 900 വർഷമൊന്നും നമുക്ക് ദൈവം എന്ത് ചെയ്തിട്ടില്ല, വച്ചിട്ടില്ല. ഹല്ലേലൂയ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ്. ചിലരെങ്ങനെ ചോദിക്കും, ഞാൻ ആരാണെന്ന് അറിയാമോ? ഒരു ശ്വാസം, വെള്ളത്തിലെ ഒരു കുമിള. പിന്നെ കൂടുതൽ ശാസ്ത്രീയമായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70% വെള്ളം. ബോഡിയിൽ എന്താ 70% വെള്ളമാണെന്ന്. അതും വെച്ചുകൊണ്ടാണ് ഞാൻ ആരാണെന്ന് അറിയാമോ? 70% വെള്ളം. ഇതിനകത്തൊരു ജീവനുണ്ട് പിള്ളേരെ, മക്കളെ, ഇതിനകത്തൊരു ജീവനുണ്ട്. അതിനെ കണ്ടെത്തൂ, ജീവനെ കണ്ടെത്തൂ. ജീവനെ, നിത്യജീവനെ മുറുകെ പിടിക്കൂ. യേശുക്രിസ്തുവിലൂടെ അത് സാധ്യമാണ്. ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ച് പരിഹസിച്ചാൽ, നീ കാണാത്തവനെ ഞങ്ങൾ അനുഭവിക്കുന്നു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് എന്റെ ഹൃദയത്തിൽ തുടിക്കുന്നു. ആ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾ അത് അനുഭവിക്കുന്നു. ഈ ആണ്ടിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ എടുക്കപ്പെടുവോ? സ്വത്രം പറഞ്ഞ പണ്ടൊരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ വേഗം വരണമേ. ആരാധന കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ പോലും കിട്ടൂല. അതുകൊണ്ട് ആരാധനയ്ക്ക് മുമ്പ് എന്ത് ചെയ്യണമേ? നീ വരണം. കാര്യം ഇപ്പോൾ എല്ലാവരും എന്താണ്? ആത്മാവിൽ നിറഞ്ഞിരിക്കണം. കാരണം മരണത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പേടിച്ച് വരണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട്. പണ്ടൊരിക്കലൊരു ഡ്രൈവർ സ്വർഗത്തിലെത്തി. അതിനകത്ത് സുവിശേഷകനുണ്ടായിരുന്നു, പാസ്റ്റർ ഉണ്ടായിരുന്നു. വണ്ടിയിലുണ്ടായിരുന്ന സുവിശേഷകരും പാസ്റ്ററും ഒന്നും സ്വർഗത്തിലെത്തില്ല. പക്ഷെ ഡ്രൈവർ എത്തി. കാരണം ഇങ്ങനെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു. അന്തം വിട്ട കാണടത്തൂടെ എല്ലാം ഇങ്ങനെ വണ്ടി ഓടും. ഇടിച്ചില്ല എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ അകത്തിരുന്ന ആൾക്കാരെല്ലാം കൂടെ ദൈവത്തിനെ വിളിച്ചു. അതിൽ കുറെ പേരെന്ത് ചെയ്തു? ദൈവത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്ററിനെക്കാട്ടിലും അധികം ദൈവത്തെ ആൾക്കാർ വിളിച്ചത് ആര് നിമിത്തമാണ്? ഡ്രൈവർ. അതുകൊണ്ട് ദൈവം ഡ്രൈവറിൽ പ്രസാദിച്ചു. ഇത് കഥയാണ് കേട്ടോ. അതുപോലെ ഞാനിവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? എല്ലാവരും കൂടെ ഇങ്ങനെ ഇട്ട് ഒലച്ച് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റാഷ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും മരണത്തെ കുറിച്ച് എന്ത് ചെയ്തു? പേടിപ്പിച്ചപ്പോ എല്ലാവരും എന്ത് ചെയ്യുന്നു? ദൈവത്തെ വിളിച്ചു. സത്യം നമ്മൾ തിരിച്ചറിയണം. ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രാപിപ്പാൻ ഞങ്ങളുടെ നാളുകൾ ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? എണ്ണട്ടെ. എണ്ണാനുള്ള ദിവസങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കട്ടെ. ഞങ്ങൾ അങ്ങനെ കണക്കാക്കട്ടെ. പിശാചി ഒരു പഴുത് വിട്ട് നമ്മളെ എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കുക. 39 സങ്കീർത്തനം 4 വാക്യം വരുമ്പോൾ അവിടെ പറയുന്നു, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ. കണ്ടോ ആ പദം? കണ്ടോ? എത്ര ക്ഷണികൻ എന്ന് ഞാൻ തിരിച്ചറിയുമാറാകട്ടെ. എറ്റേണിറ്റിയായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ക്ഷണികരാണ്. യഹോവയായ ദൈവമേ എന്റെ അവസാനത്തെ. ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു ആരംഭത്തെക്കാൾ അവസാനം. ദൈവത്തെ സേവിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ബ്ലെസ്സിംഗ് ആണ് അവസാനം നന്നായി. ദൈവമില്ലാത്തവന്റെ അവസാനം എന്താണ്? വലിയ പാടാണ്. അവൻ മരണത്തോടടുക്കുമ്പോൾ അവൻ ചക്രശ്വാസം വലിക്കുമ്പോൾ
ദൈവത്തെ അറിയുന്നവർ പ്രത്യാശയോടെ ആശ്വാസത്തോടെ ദൈവസേനയിൽ എടുക്കപ്പെടും. മറ്റവൻ ചക്രശ്വാസം. അപ്പോ എന്റെ അവസാനത്തെ ആരെ കയ്യിലിരിക്കുന്നു? ഞാൻ എത്ര ക്ഷണികണമെന്ന് ഞാൻ അറിയട്ടെ. ആ സങ്കീർത്തനത്തിൽ നമ്മൾ വരുമ്പോൾ സഹോദരൻ ശവക്കുഴി കാണാതെ അവൻ എന്നേക്ക് ജീവിച്ചിരിക്കേണ്ടുന്നതിന് അവന്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ ആർക്ക് കഴിയും? ഒരു ചോദ്യമാണ്, സങ്കീർത്തനക്കാരന്റെ ചോദ്യമാണ്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടുന്നതിന് അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാൻ ആർക്ക് കഴിയും? അത് അസാധ്യമായ കാര്യം, അത് മനുഷ്യൻ അസാധ്യം. എന്നിട്ട് താൻ ഒരു കാര്യം പ്രത്യാശിക്കുന്നു, എങ്കിലും എന്റെ പ്രാണനെ ദൈവം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ആ പ്രത്യാശ ആരിലാണ് പൂർത്തീകരിച്ച് കണ്ടത്? ക്രിസ്തു. യേശുക്രിസ്തു ജീവിക്കുന്നതിന് 1000 വർഷം പുറകിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് 1000 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന പ്രാണന്റെ വീണ്ടെടുപ്പിന്റെ വിലയെക്കുറിച്ച് അവന് ബോധ്യമായെങ്കിൽ, ക്രൂസിൽ നോക്കുന്ന പുതിയ നിയമസഭയ്ക്ക് 2000 വർഷം ഇപ്പുറത്ത് നിൽക്കുന്ന ദൈവസഭയ്ക്ക് എത്ര അധികം ബോധ്യമുണ്ടായിരിക്കണം? എന്റെ ജീവന്റെ സുരക്ഷിതത്വം അവനിലാണ്, എന്റെ പ്രാണന്റെ സുരക്ഷിതത്വം ക്രിസ്തുവിലാണ്. ആമേൻ. യെശയ്യാവ് 55-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കും. നമുക്ക് ഈ വർഷം ദൈവം തരുമ്പോൾ ഈ സമയം എന്തിനുള്ളതാണ്? യഹോവയായ ദൈവത്തെ കണ്ടെത്താവുന്ന സമയം. സഭ എടുക്കപ്പെട്ടതിന് ശേഷം പിന്നെ ഭൂമിയിൽ ദൈവത്തെ കണ്ടെത്താൻ സാധ്യമല്ല. എടുക്കപ്പെടുന്നത് വരെയും നമുക്ക് അവനെ അന്വേഷിക്കാനുള്ള സമയമാണ്. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കും. നമ്മളിവിടെ അന്വേഷിച്ച് തുടങ്ങുന്നത് നിത്യതയിൽ നമ്മൾ അവനെ കാണും. അന്വേഷിപ്പിൻ, കണ്ടെത്തും. നമ്മൾ ഇന്ന് അവനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ കണ്ടെത്തും. അന്വേഷിക്കാതെ ജീവിക്കുന്നവർ കർത്താവിനെ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ഹല്ലേലൂയ. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് എന്ത് ചെയ്യും? കണ്ടെത്തും. ഹല്ലേലൂയ. അപ്പൊ ദൈവ വിഷയമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സമ്പന്നരാകണം. കൊരിന്ത്യർക്ക് ഇത് 2-ാം ലേഖനം 6-ാമത്തെ അധ്യായം 2-ാം വാക്യം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അപ്പൊ ഒരു കാലത്തെ കുറിച്ച് പറയുന്നു, ദിവസത്തെ കുറിച്ച് പറയുന്നു. ഈ കാലം എന്തിനാണ് ചിത്രീകരിക്കുന്നത്? കർത്താവിന്റെ ക്രൂശ് മരണം തുടങ്ങി മധ്യാകാശത്തിൽ വരുന്നത് വരെയുമുള്ളത് എന്താണ്? സുപ്രസാദ കാലം. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അത് ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ ദിവസം മാറ്റിവെക്കരുത്. സുപ്രസാദ കാലം 2000 വർഷമായിട്ട് എന്താണ് സുപ്രസാദ കാലം. ആ സുപ്രസാദ കാലത്തിൽ ചിലർ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ടവർക്ക് അതെന്തായിരുന്നു? അവരുടെ രക്ഷാ ദിവസം അതായിരുന്നു. ഈ സുപ്രസാദ കാലത്തിൽ ജീവിച്ചിരിക്കുന്നവർ രക്ഷാ ദിവസം വ്യക്തമായി ബോധ്യമാക്കിയില്ലെങ്കിൽ ഈ സുപ്രസാദ കാലം കർത്താവിന്റെ വരവിൽ അവസാനിക്കും. പിന്നെ രക്ഷാ ദിവസമില്ല. സുവിശേഷത്തിന്റെ വാതിൽ അടയും. പിന്നെ അനേകർ എന്ത് ചെയ്യും? വാതിൽക്കൽ മുട്ടും, തുറക്കത്തില്ല. ഇന്ന് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? മുട്ടുന്നു. കർത്താവ് സഭ എടുത്തതിന് ശേഷമോ കന്യകമാരിൽ വിളക്കിൽ എണ്ണയില്ലാത്തവർ എന്ത് ചെയ്തു? തിരിച്ചുമുട്ടി, തുറന്നില്ല. ഇന്ന് കർത്താവ് നമ്മുടെ ഹൃദയത്തെ മുട്ടുമ്പോൾ നമ്മൾ തുറക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടും. സുപ്രസാദ കാലത്തിൽ രക്ഷാ ദിവസത്തിൽ ഉൾപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾ നിത്യതയിലുണ്ടാകും. ഈ സുപ്രസാദ കാലം ഗൗനിക്കാതെ പോകുന്നവർ എറ്റേണിറ്റി, ദൈവത്തിന്റെ നിത്യതയിൽ അവർ കാണത്തില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി വരുമ്പോൾ ആ ന്യായവിധിയിൽ അകപ്പെടും. രക്ഷ സുരക്ഷിതത്വം ആക്കി വെച്ചിരിക്കുന്നവർ 2ാം മരണം അവരെ എന്ത് ചെയ്തില്ല? തൊടുകയില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാം വാക്യം വരുമ്പോൾ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ രക്ഷ സ്വീകരിക്കാൻ തടസ്സം വേറെ ആരുമല്ല, സ്വന്തം ഹൃദയം. ഹൃദയം എന്ത് ചെയ്യുന്നു? സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശബ്ദം ഇന്നും എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. രക്ഷയുടെ സന്ദേശം ഇന്നും എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? വചനത്തിന്റെ മുമ്പിൽ കഠിനമാക്കരുത്. എങ്കിൽ ആ ശബ്ദം നിങ്ങൾ എന്ത് ചെയ്യും? കേൾക്കും. ലോക മനുഷ്യന്റെ കണക്കൂട്ടൽ എന്താണ്? അങ്ങനെ ഒരു വാക്യമുണ്ടോ? യാക്കോബ് 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ദൈവം ഒരുക്കിയ ഇന്ന് എന്നുള്ളൊരു ദിവസത്തിലും മാനസാന്തരത്തിന്റെ പ്രസക്തിയെ കുറിച്ച് മനസ്സിലാക്കാതെ മനുഷ്യൻ പോകുന്നത് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാക്കോബ് 4-ാമത്തെ അധ്യായം 13-ാം വാക്യം.
ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ല. വെള്ളം തിളച്ചിട്ട് അടപ്പ് തുറക്കുമ്പോൾ ആവി പുറത്ത് വരണത് കാണാൻ പറ്റും, പിന്നെ കാണാൻ പറ്റുന്നില്ല. അതെങ്ങോട്ട് പോയിന്ന് അതുപോലെ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മൾ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ പറയേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഇന്ന് കണക്ക് കൂട്ടുകയാണ്. ഇന്ന് പിന്നെയും കണക്കൂട്ടുന്നു, നാളെ പിന്നെ അടുത്ത കണക്കൂട്ട്. ഒരാണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇന്ന് നാളെ ഒരാണ്ട് എന്ന് പറഞ്ഞ് കണക്കൂട്ടുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. കർത്താവ് പറഞ്ഞു, നിന്റെ പ്രാണനെ ഞാൻ ഇന്ന് ചോദിച്ചാൽ നീ എവിടെ പോവും? നീ കൂട്ടിവെച്ചതും എവിടെ പോകും? രണ്ടും പെടും. കൂട്ടിവെച്ചതും പോവും, നീയും പെടും. ദൈവ വിഷയമായിട്ട് ദൈവം സമ്പന്നരാകുക. കർത്താവെ, പുതുവർഷം നമുക്ക് കിട്ടിയപ്പോൾ കുറേ എന്താണ് പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ പൊട്ടി കുറേ പടക്കവും വെടിക്കെട്ടും, അതിലൊന്നും അല്ല കാര്യം. അത് ലോകമനുഷ്യ എന്ത് ചേട്ടൻ അത് ഈ ആകാശമണ്ഡലം കൊണ്ട് എന്ത് ചെയ്യും? അത് തീരും. ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ഭൂമിയിലെ മണ്ഡലത്തിൽ തീരുന്നതല്ല. അത് ഇതിനെല്ലാം തുളച്ചപ്പുറം പോകണം. മനസ്സിലാവുന്നുണ്ട്? അവർ ഈ പൂത്തിരിയും കമ്പിത്തിരിയും ഈ വെടിക്കെട്ടും എല്ലാം എന്ത് ചെയ്യും? ഈ ആകാശത്തിൻ്റെ കീഴ് മേഘത്തിൻ്റെ കീഴ് എന്ത് ചെയ്യും? തീരുമ്പോൾ ദൈവമക്കളുടെ ആരാധനയുടെ ശബ്ദം ഇതിനെല്ലാം തുളച്ചപ്പുറം പോകും. നമ്മുടെ സന്തോഷവും ആരാധനയും ദൈവാത്മാവിലെ ആരാധനയാണ്, അതിലെ സന്തോഷമാണ്. അത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? എത്തിച്ചേരും. മാത്രമല്ല കർത്താവിൻ്റെ വരവിൽ ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്യും? എടുക്കപ്പെടും. ഒരു വാക്യങ്ങൾ വായിച്ച് നമുക്ക് നടത്താം. 1 കൊരിന്ത്യർ 15-52 വാക്യം. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, അതൊരു മർമ്മമാണ്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കുകയും. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും രക്ഷ അനുഭവിച്ച അന്നു മുതൽ മാനസാന്തരവും പാപമോചനവും ശുദ്ധീകരണവും പാപം ഏറ്റുപറച്ചിലും കഴുകപ്പെടലും രൂപാന്തരപ്പെടലും എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ ക്ലോക്കിൽ ഒരു ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണിമയ്ക്കുന്നത് ദൈവം സെറ്റ് ചെയ്ത്. ഞാനൊരു മർമ്മം പ്രത്യക്ഷമാണോ? അല്ല. ആണോ? അല്ല. മർമ്മം പ്രത്യക്ഷമല്ല, അത് മർമ്മമാണ്. ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിനകത്ത് ഏറ്റവും സമയത്തിന്റെ ഒരു മർമ്മം ദൈവം എത്തിയിട്ടുണ്ട്, ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മർമ്മം ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യാണ് പറയണം. നാം എല്ലാവരും, ചിലരൊക്കെ എന്ത് ചെയ്യുന്നിരിക്കാം? നിദ്ര കൊണ്ടെന്നിരിക്കാം. ഇവിടെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരൊക്കെ എന്ത് ചെയ്തു? നിദ്ര കൊണ്ട് മാറ്റപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ന് ജീവിക്കുന്നു. ഈ ജീവിച്ചിരിക്കുന്നവരിലും ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ചിലരൊക്കെ എന്ത് ചെയ്യാം? നിദ്ര കൊള്ളാം. പക്ഷെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സമയത്തിനകത്ത് അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കുകയും ചെയ്യും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ 27-ാമത്തെ വാക്യത്തിൽ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും, അതുപോലെ മനുഷ്യപുത്രന്റെ വരവും ആകും. ആ കണ്ണിമയ്ക്കുന്നിടയിൽ, അല്ലെങ്കിൽ മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവ് എന്ത് ചെയ്യും? സംഭവിക്കാൻ പോവുകയാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒരുങ്ങുക, ക്രമപ്പെടുക. ഇനിയും നമ്മൾ മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക. കർത്താവിന്റെ വരവ് ആസന്നമാണ്. സമയങ്ങൾ ലഭിക്കുമ്പോൾ അത് ദൈവം നമുക്ക് തന്ന സമയമാണെന്ന ബോധ്യം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അത് നമ്മൾ എന്ത് ചെയ്യരുത്? പാഴാക്കാൻ. ദൈവം നമുക്ക് സമയം തരുന്നത് എന്തിനാണ്? നമ്മളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? അറിയാനുണ്ട്. ഇനിയും നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കാനുണ്ട്. ഇനിയും നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഒരുങ്ങാനുണ്ട്.
ഇനിയും നമ്മൾ ചില ആത്മാക്കളെ നിത്യതയ്ക്ക് വേണ്ടി നേടിയെടുക്കാനുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാണ്. കർത്താവിൻ്റെ വേല നിഷ്ഫലമല്ല. ലോകത്തിലുള്ള എല്ലാ ബാക്കി കാര്യങ്ങളും ഒരു നാളിൽ നിഷ്ഫലമായി പോകും. ഭൂമി കിടുകിടെ കീറും, പൊടുപുടെ പൊട്ടും, മത്തനെ പോലെ ചാഞ്ചാടും. ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും. ഇത് തീക്കായിട്ട് എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചിരിക്കുന്നു. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. നമ്മൾ ഇന്ന് ഹല്ലേലൂയ പ്രത്യാശിക്കുന്ന പ്രത്യാശയോ ഭംഗം വരത്തില്ല. കാരണം നമ്മുടെ പ്രത്യാശയോ ജീവനുള്ള പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് എന്തുണ്ട്? ജീവനുണ്ട്. ജീവനുള്ള ഒരു പ്രത്യാശയാണ് ഈ ഭൂമുഖത്ത് ശേഷിക്കുന്നത്. അത് ദൈവം നമുക്ക് നൽകിയ തേജസ്കരണം എന്നുള്ള ജീവനുള്ള പ്രത്യാശ, പുനരുത്ഥാനം എന്ന ജീവനുള്ള പ്രത്യാശ. ആ ജീവനുള്ള പ്രത്യാശയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അവന്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഘനവും കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ.